കുട്ടികളെ, ഇന്ന് നമുക്ക് മുതലയുടെ കഥ കേട്ടാലോ? അപ്പോൾ കഥയുടെ പേരാണ് മുതല പഠിച്ച പാഠം. അപ്പോൾ വീഡിയോയിലോട്ടേക്ക് പോകാം. പണ്ട് ഒരു വനത്തിൽ ഒരു വലിയ പുഴയുണ്ടായിരുന്നു. ആ പുഴയിൽ സ്വാർത്ഥനായ ഒരു മുതല ജീവിച്ചിരുന്നു. മറ്റൊരു ജീവിയെയും ആ പുഴയിൽ ഇറങ്ങുവാനോ വെള്ളം കുടിക്കുവാനോ മുതല അനുവദിച്ചില്ല. അത് തന്റെ മാത്രം പുഴയാണെന്ന് മുതല സ്വയം കരുതി. അതുകൊണ്ട് തന്നെ മറ്റു ജീവജാലങ്ങളെല്ലാം പുഴയിൽ വരുന്നതിൽ നിന്നും മുതല വിലക്കി. തങ്ങളെ മുതല കഴിക്കുമെന്ന് ഭയന്ന് ഒരു ജീവജാലങ്ങളും ആ പുഴയിലേക്ക് പോകാതെയുമായി. തവളകളും മീനുകളും ഞണ്ടുകളും എല്ലാം തങ്ങളുടെ വാസസ്ഥലം ഉപേക്ഷിക്കാൻ നിർബന്ധിതരായി. വനത്തിലെ മറ്റു മൃഗങ്ങളും പുഴയിലേക്ക് പോകാൻ ഭയന്നു. അവർ ദാഹിക്കുമ്പോൾ മൈലുകൾക്കപ്പുറത്തുള്ള നദികളിലേക്കോ അരുവികളിലേക്കോ പോയി. അങ്ങനെ മറ്റുള്ള ജീവികളെല്ലാം പുഴയിൽ നിന്നകറ്റി മുതല ഒറ്റയ്ക്ക് സ്വൈര്യമായി കഴിഞ്ഞു. ഒരു ദിവസം പ്രഭാതമായപ്പോൾ വലിയൊരു ശബ്ദം കേട്ടായിരുന്നു കാട് ഉണർന്നത്. മുതല പിടിച്ച ഏതെങ്കിലും മൃഗത്തിന്റെ ഒച്ചയായിരിക്കും എന്നാണ് മറ്റു ജീവികൾ ആദ്യം കരുതിയത്. എന്നാൽ കൂടുതൽ പ്രകാശം വന്നപ്പോഴാണ് അത് മുതലയുടെ തന്നെ ശബ്ദമാണെന്ന് അവർ തിരിച്ചറിഞ്ഞത്. മുതല തന്റെ വീർത്ത താടിയും പിടിച്ച് കരയുകയായിരുന്നു. ഇത് കണ്ട ഒരു മാൻ ചോദിച്ചു, അവന് എന്തു പറ്റി? എനിക്കറിയില്ല, അണ്ണാൻ പറഞ്ഞു. ഇത് കേട്ടുകൊണ്ടിരുന്ന ഒരു പക്ഷി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അവൻ ഈ പുഴയിൽ നിന്നും ഒന്ന് പോയാൽ മതിയായിരുന്നു. അപ്പോൾ കാട്ടുപന്നി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്ക് സുരക്ഷിതരായി പുഴയിൽ പോകാം. ഇങ്ങനെ മൃഗങ്ങൾ പരസ്പരം പെറുപിറുത്തു എന്നല്ലാതെ വേദന കൊണ്ട് പുളയുന്ന അവരെ സഹായിക്കാൻ ആരും മുതിർന്നില്ല. ആ സമയത്തായിരുന്നു തൊട്ടടുത്തുള്ള കാട്ടിൽ നിന്നും മിന്നുക്കിളിയുടെ വരവ്. അവൻ ഭയമൊന്നും കൂടാതെ തന്നെ മുതലയുടെ അടുത്തേക്ക് പോയി. ചുറ്റും നിന്നവർ എല്ലാം ഹന്താളിച്ചു. ഇവനെ ഇപ്പോൾ തന്നെ മുതല ഭക്ഷണമാക്കുമെന്ന് അവർ കരുതി. എന്നാൽ മിന്നുക്കിളി മുതലയുടെ ചുറ്റും നടന്ന് അവൻ എന്താണ് സംഭവിച്ചത് എന്ന് നോക്കി. അതിന്റെ വാലിലും വയറിലുമെല്ലാം അവൻ മാറി മാറി നോക്കി. ഒടുവിൽ അവൻ മുതലയുടെ തലക്കരികിൽ വന്ന് പരിശോധിച്ചു. മിന്നുക്കിളി മുതലയോട് അവന്റെ കരച്ചിലിന്റെ കാരണം അന്വേഷിച്ചു. മുതല തന്റെ വീർത്ത താടി അവന് കാട്ടിക്കൊടുത്തു. മിന്നുക്കിളി അതിന്റെ വാ തുറന്നു നോക്കി. മുതലയുടെ ഒരു പല്ല് കേടായതായിരുന്നു. ആ കേടായ പല്ലിന്റെ വേദന കാരണമായിരുന്നു മുതല കരഞ്ഞത്. മിന്നുക്കിളി ആ പല്ലിളക്കാൻ അവനെ സഹായിച്ചു. ആ പല്ലിളക്കിയതും മുതലയ്ക്ക് വലിയ സന്തോഷമായി. അവൻ സന്തോഷത്തോടെ മിന്നുക്കിളിയെ നോക്കി പറഞ്ഞു, തനിക്കിപ്പോൾ മുൻപത്തെ പോലെ അത്രയും വേദനയില്ല, മാത്രമല്ല നല്ല ആശ്വാസവുമുണ്ട്. മുതല വീണ്ടും മിന്നുക്കിളിയോട് കൃതാർത്ഥതയോടെ പറഞ്ഞു, എന്നെ സഹായിച്ചതിന് ഒരുപാട് നന്ദി. മറ്റുള്ളവർ എന്നെ സഹായിക്കാൻ മടി കാണിച്ചപ്പോൾ നീ മാത്രമാണ് എന്നെ സഹായിച്ചത്. താമസിയാതെ അവർ നല്ല സുഹൃത്തുക്കളുമായി. ഈ ഒരു സംഭവത്തോടെ മുതല ഒരു പാഠം പഠിച്ചു. തനിക്ക് ആപത്തുണ്ടായപ്പോൾ തന്നെ ആരും സഹായിക്കാത്തത് തന്റെ തന്നെ സ്വഭാവ വൈകല്യം കൊണ്ടാണെന്ന് തിരിച്ചറിഞ്ഞു. മാത്രമല്ല പുഴയിൽ ഇറങ്ങാൻ മറ്റു ജീവികളെ അനുവദിക്കുകയും ചെയ്തു. ഈ കഥയുടെ ഗുണപാഠം എന്താണെന്ന് മനസ്സിലായോ കുട്ടികളെ? നന്മ, സ്നേഹം എന്നിവ കൊണ്ടേ നല്ലതുണ്ടാകൂ. നമ്മൾ സ്വാർത്ഥരായാൽ നമ്മുടെ കഷ്ടകാലത്ത് ആരും തന്നെ ഉണ്ടാകുകയില്ല. കൂട്ടുകാരെ, ഈ കഥ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ കഥ ലൈക്ക് ചെയ്യുകയും ഈ കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. വീണ്ടും ഒരു നല്ല കഥയുമായി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.